ഇത്രയധികം ദൂരെയാണോ നീ താമസിക്കുന്നത്? അതെ അച്ഛാ, എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. കാർ റിപ്പയർ ആയിപ്പോയി. അച്ഛൻ ഒന്ന് ഇറങ്ങണം, ശരിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. വരണം. പതുക്കെ. എന്റെ ഊന്ന് വടി. ഞാനുള്ള പച്ച വടി എന്തിനാ? വരണം. പതുക്കെ ഇരിക്കണം. ഇവിടെയായിരുന്നു ഇരുന്നത്. എവിടെ പോയി എന്റെ ഈശ്വര? മനസ്സുമടുത്ത് വല്ല അക്രമവും കാണിച്ചോ എന്തോ. കാലില്ലാതെ അച്ഛൻ എവിടെ പോകാനാ? ദൂരെ എങ്ങും വെക്കാന്നില്ല, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വരണം. എന്റെ മേത്തേറ്റി എന്നെ കൊല്ല്. പട്ടി നിർത്താതെ നിർത്താതെ കൊല്ല് കൊല്ല്. പട്ടി നിർത്താതെ എന്റെ മേത്തേറ്റി എന്നെ കൊല്ല്. എന്നെ കൊല്ല്. ഗിരിജ, എന്നെ വിടി. എനിക്ക് മരിക്കണം. എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ കാലും പോയി, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളെന്തിനിവിടെ വന്നു? സുഗതരയോ? സുഗതരോടും നിന്നോടും ചെയ്ത ദ്രോഹമാണ് കുഞ്ഞെ ഞാൻ അനുഭവിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. ഞാൻ ഒരിടത്തും വരുന്നില്ല. എനിക്ക് മരിക്കണം. ഇതൊക്കെയാ നടന്നത്. മധു അങ്ങനെ ഒരു നീചനായി പോയി. പോട്ടമ്മേ, സാരമില്ല. അമ്മ ഈ ഗുളിക കഴിച്ചു. പനി പോട്ടെ. എന്റെ മോനെ, അച്ഛൻ എവിടെയാണെന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിനെ കാണാത്തത് കൊണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അമ്മ വിഷമിക്കരുത്. അച്ഛൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഈ ഗുളിക കഴിച്ചേ. പനി പോട്ടെ. മിസ് ഉണ്ണിത്താൻ, ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. യു ആസ് മൈ വൈഫ്. നിങ്ങൾക്ക് ആ വസ്തു തരുന്നതിനെ പറ്റിയുള്ള ആലോചനയാണ്. ഒരു അനാഥാലയത്തിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് തരാതിരിക്കാനും വയ്യ. എന്നാൽ ഇവിടെയാണ് ഈ വസ്തുവിനൊക്കെ വളരെ വില കൂടുതലാണ്. ഒരു സേട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അയാളൊരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ഈ വസ്തു ചോദിച്ചു. 80,000 രൂപ, 80,000 റുപ്പീസ്. നല്ല ഓഫറാണ്. മലയാളില് ഒരു ചൊല്ലുണ്ട്, പെണ്ണുങ്ങളുടെ വളർച്ച പോലെയാണ് വസ്തുവിന്റെ വിലക്കയറ്റം. മിസ്റ്റർ നായർ, ഈ വസ്തുവിന് മിസ്റ്റർ നായർ തീർച്ചയായിട്ടും അവരെ തരാൻ ഞാൻ സന്നദ്ധനാണ്. എനിക്ക് സന്തോഷവുമാണ്. മധു ആണല്ലോ. മധു സണ്ണില്ല. അവൻ എന്ത് പറ്റി? അവൻ കരയുന്നല്ലോ. അയ്യോ അച്ഛാ, 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 അയ്യോ അച്ഛാ, എന്നെ വിട്ടേച്ച് പോയല്ലോ അച്ഛാ. എന്താ കരയുന്നത്? ഞാൻ എങ്ങനെ പറയും അമ്മാവ? എനിക്ക് സഹിക്കുന്നില്ല. എന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് ഒരു കാല് മുറിച്ചു. അതോടെ അച്ഛൻ മരിച്ചെന്ന്. ആ സങ്കടം സഹിക്കാതെ എന്റെ അമ്മയും ഹൃദയം പൊട്ടി മരിച്ചെന്ന്. അയ്യോ, അയാൾ ചെയ്ത പാപത്തിന്റെ ഫലം അയാൾ തന്നെ അനുഭവിച്ചു. അയ്യോ, അങ്ങനെ പറയരുത് അമ്മാവ. എന്റെ അച്ഛനും അമ്മയും നല്ലവരാണ് അമ്മാവ, നല്ലവർ. അച്ഛാ, അമ്മ. കഷ്ടം. എന്ത് ദുഃഖകരമായ വാർത്ത. അച്ഛാ, അമ്മ, ഞാൻ നിങ്ങളുടെ സ്വന്തം മകനല്ലെങ്കിലും സ്വന്തം കുഞ്ഞിനേക്കാൾ വാത്സല്യമായിട്ടല്ലേ എന്നെ വളർത്തിയത്. എന്താ? മധു അങ്ങനെ സ്വന്തം മകനല്ലേ? അല്ലമ്മാവ, അല്ല അല്ല. അത് വെളിയിൽ പറയുന്നത് ഭംഗിയല്ലല്ലോ എന്ന് കരുതി ഞാനൊരു ജീവിത രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. അച്ഛാ, അമ്മ. ഭാസ്കരപിള്ള. അച്ഛാ, അമ്മ. അപ്പൊ നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛൻ ചങ്ങനാശ്ശേരി
മാധവൻ ഉണ്ണിത്താനാണെന്ന്. മോനെ! നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ കെട്ടിപ്പിടിക്കുന്നത്? മോനെ, ഞാനാണ് നിന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛൻ? എന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ? അച്ഛാ! മോനെ! അച്ഛാ! അച്ഛാ! മിസ്റ്റർ നായർ, ഇതിനു വേണ്ടി ഞാൻ എത്രമാത്രം കണ്ണുനീർ തൂകി, എവിടെല്ലാം തിരക്കി നടന്നു. അവസാനം ഈശ്വരന്റെ കണ്ണുനീർ കൈക്കൊണ്ടു. ഇതിൽപ്പരം ഭാഗ്യം എനിക്ക് എന്ത് വരാൻ മിസ്റ്റർ നായർ? എൻ നഷ്ടപ്പെട്ട മകൻ എനിക്ക് തിരിച്ചു കിട്ടി. എന്താണിതെല്ലാം? അമ്മിണിക്കുട്ടി, മധുവിന്റെ അച്ഛൻ ഭാസ്കരപിള്ളയല്ല, ഇദ്ദേഹമാണ് ശ്രീ മാധവ ഉണ്ണിത്താൻ. ഹേമേ, മകളെ, അമ്മാവനെ നമസ്കരിക്കൂ. നന്നായി. ഞാൻ ഇന്ന് തന്നെ ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോഴേ പോവാ അച്ഛാ. ഇതാണ് നിങ്ങളുടെ ഇവിടെ മാനേജർ രഘു, രാഘവ എവിടെ ചെന്ന് കിടക്കുന്നില്ല. ഇങ്ങോട്ട് വാ. എന്തോ കുറിച്ച് നോക്കുന്നത്? എന്തോന്നാണ് നോക്കുന്നത്? ഇതെന്റെ മകനാണ്, എന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ. സുഗതൻ എവിടെ? അമ്പലത്തിൽ പോയി. ഓഹോ, ആരാണ് അച്ഛാ സുഗതൻ? സുഗതൻ എന്റെ വിശ്വസ്തനായ ഒരു ഭൃത്യനാണ്. അവനെപ്പോഴും പറയും എന്റെ മകനെ തിരിച്ചു കിട്ടുമെന്ന്. നിന്നെ കാണുമ്പോൾ എങ്ങനെ സന്തോഷിക്കുമെന്ന് അറിയാമോ? രഘു, കാണത്തോട്ട് പോയി അങ്ങോട്ട് വിളിച്ചോളൂ. പിന്നെ അങ്ങോട്ട് പോ. എന്താ തമ്പി? ഉണ്ണിത്താൻ അദ്ദേഹം വരാൻ പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മകനെ കിട്ടി. ആണോ? സുഗതൻ പോന്നു. ഞാൻ എഴുതിയെടുക്കട്ടെ. KLK 7767. അനിയത്തി പേടിക്കണ്ട, ഞാൻ പോയി കാർ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നെ സുഖനെ കാണാം. പേടിക്കണ്ട. സുഗതനെ കണ്ടോ? എവിടെ വെച്ച്? അമ്പലത്തിൽ വെച്ച് കാറിൽ പോവുമായിരുന്നു. എന്റെ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈതാനത്തിന് അയച്ചിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് വരാൻ. നമ്മുടെ മൈതാനം വന്ന ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും സുഗതനെ കാണാൻ പോവാം. മാവ, നീ വേറെ ആരെയോ കണ്ട് സുഗതനെന്ന് വിചാരിച്ചതാ മോളെ. അവനവിടുന്ന് അവനവിടെ കാറിൽ പോണു. ഇല്ല മാവ, ഞാൻ കണ്ടതല്ലേ, സുഗതൻ തന്നെയാണ്. അങ്ങനെ അന്വേഷിച്ചോ? അതേ സുഗതൻ. എന്താണ്? എന്റെ മകനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നു. ഡ്രൈവർ എന്നോട് പറഞ്ഞു. എവിടെ? താഴത്തെ മുറിയിലുണ്ട്. അവനും അവന്റെ ഭാര്യയുണ്ട്. ഞാനൊന്ന് കണ്ടേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ വേഗം വരൂ. ആരാണ്? മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലുള്ളതാണ്. ഇവിടുത്തെ അങ്ങന്നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. സുഗതൻ എന്നാ പേര്. അങ്ങന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കുഞ്ഞവിടെ? അകത്തുണ്ട്, പോയി കാണാം. ആരാ? എന്താ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? പരമദ്രോഹി. ഈ ഭൂമി നിന്നെ എങ്ങനെയാടാ താങ്ങുന്നത്? മധു, നീ ആരെയാണ് വഞ്ചിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലാതായി തീർന്നിരിക്കുന്നു എനിക്ക് വെളിച്ചവും സ്നേഹവും നൽകിയ പരമദയാലുവിനെയാണ്. എനിക്ക് നിന്നോട് ചെറുത് പറയാനുണ്ട്, ദയവായി കേൾക്കും. എനിക്ക് പിന്നെ ഒറ്റ സത്യം പോലും പറയാത്ത നിന്നെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? എന്താണ് നിനക്ക് പറയേണ്ടത്? ദുഃഖത്തിൽ ക്ലേശിക്കുന്നു വൃദ്ധനായ അദ്ദേഹത്തിന് എന്തെങ്കിലും അല്പം ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാനിതിന് ഒരുങ്ങിയെന്നേ ഉള്ളൂ. ഓ, അത് ശരി. ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ആശ്വാസം ലഭിപ്പാൻ സ്വയം ബലിയർപ്പിച്ചപ്പെട്ട കുഞ്ഞാണ്. ദ്രോഹി, വഞ്ചന കുലത്തൊഴിലായി വെച്ചിരിക്കുന്ന പരമഘാതക. നീ എന്നോടാണ് പറയുന്നത്? ഇല്ല, നല്ലവനും ശുദ്ധനുമായ ഒരു പുണ്യാത്മാവിനെ വഞ്ചിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി മരിച്ചു. ചേട്ടന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. നാം ഒരു കട്ടിലിൽ കിടന്ന് വളർന്നവരല്ല, ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ചവരല്ല.
സഹോദരങ്ങളെ പോലല്ലേ നാം വളർന്നത്. ചേട്ടൻ എന്നെ ഉപദ്രവിക്കരുത്. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. ചേട്ടന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ശരി, നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ എന്റെ മകനെ കണ്ടോ? കണ്ടു? നിനക്ക് പിടിച്ചോ? മിടുക്കനാണ് അല്ലേ? അതെ, കണ്ടോ സുഗതൻ ഈശ്വരന്റെ ലീലകൾ? അദ്ദേഹം എങ്ങനെയൊക്കെ കളിക്കുന്നു. അതെ, ഈശ്വര ലീലകൾ അതിശയം തന്നെ. സുഗതൻ, നമ്മുടെ എസ്റ്റേറ്റിലെ ബംഗ്ലാവ് ഒന്നുകൂടെ നന്നായി ഒരുക്കി എടുക്കണം. ഇവർ അവിടെ താമസിക്കണം, ഭംഗിയാക്കണം. എന്താ മോനെ നീ വല്ലാതിരിക്കുന്നത്? അച്ഛനെ പറ്റി വല്ല വിവരം പറഞ്ഞു? ഒന്നും അറിഞ്ഞില്ല. മുതലാളിയുടെ അവിടെ നിന്ന് വേലക്കാരൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകനെ കിട്ടിയെന്നും നീ ഉടനെ പോയി കാണണമെന്നും പറഞ്ഞു. പോയി കണ്ടിട്ട് വാ മോനെ. കണ്ടിട്ട് തന്നെയാണ് അമ്മ വരുന്നത്. കണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? നിന്നോട് വർത്തമാനം വല്ലതും പറഞ്ഞു മോനെ? പറഞ്ഞു. അമ്മേ, അത് മുതലാളിയുടെ മകനല്ല, അമ്മയുടെ മകനാ മധു. മധുവോ? നമ്മുടെ മധുവോ? എടോ ദ്രോഹി, അവൻ ഇവിടെയും വന്നോ? എന്റെ ഭഗവാനെ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഞാൻ ഉടനെ പോയി അദ്ദേഹത്തിനോട് സകല വിവരങ്ങളും പറയാൻ പോകും. അമ്മേ, വേണ്ടമ്മേ, വേണ്ട. എന്തൊക്കെ ആയാലും അവൻ അമ്മയുടെ മകനാണ്, എന്റെ അഞ്ച്. അമ്മ പോയി അദ്ദേഹത്തിനോട് പറയും, വല്ല പോലീസ് മറ്റോ വന്ന് പിടിച്ചോണ്ട് പോയാ? വേണ്ട. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവൻ സ്ഥലം വിട്ടുകൊള്ളാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. പോയില്ലെങ്കിൽ നമുക്ക് നാളെ പോയി പറയാം. അമ്മ ദൂരം കയറിപ്പോയ വണ്ടി ആരാണെന്ന് മനസ്സിലായി. വീടിന്റെ അഡ്രസ് കിട്ടിയോ? അവിടെ തന്നെ കാണാം. വേണ്ട, അമ്മാവൻ സുഖമില്ലാത്തതല്ലേ, സുഹൃത്തിനെ അങ്ങ് ഇങ്ങോട്ട് പോകേ. വേണ്ട വേണ്ട, എനിക്ക് സുഗതനെ കാണണം. ഞാനാണ് സുഗതനെ കാണേണ്ടത്. എനിക്ക് കാണണം.
ദ്രോഹി, നീ എന്തിവിടെ വന്നു? എന്തിവിടെ വന്നു? എന്റെ മുതലാളിയുടെ മകനാണെന്ന് കള്ളം പറഞ്ഞതും അല്ലാതെ പണം കെക്കലാക്കാൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു അച്ഛാ. അമ്മവാ എഴുന്നേൽക്കൂ അമ്മവാ, മധുവിനെ അടിച്ച് കൊല്ലുന്നു. എഴുന്നേൽക്കൂ അമ്മവാ. അമ്മവാ അമ്മവാ നിങ്ങൾ മരിച്ചുപോയി എന്റെ മകൻ പറഞ്ഞു. നീയാണോ ഈ വേഷത്തിൽ? നീയാണോ ഇതൊക്കെ ചെയ്തത്? എന്റെ മോനെ, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? പറയൂ പറയൂ. ആരാണ് അങ്ങയുടെ മകൻ? ആരാണ് അങ്ങയുടെ മകൻ? ഈ നിൽക്കുന്ന മധു എന്റെ മകനാണെന്ന്. എന്റെ മകനാണ്. ഈ ദുഷ്ടനല്ലാതെ ഇങ്ങനെ ഒരു മകൻ ജനിക്കുമോ എന്റെ പൊന്നകുന്ന്? അങ്ങയുടെ മകൻ ഈ നിൽക്കുന്ന സുഗതനാണ്. അങ്ങ് അന്ന് എന്നെ ഏൽപ്പിച്ച പിഞ്ചു കുഞ്ഞ് ഈ സുഗതനാണ്. ഇന്ന് ഈ മോനെ എനിക്ക് മാപ്പ് തരണം അച്ഛാ. എടാ, നിനക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം എനിക്ക് മാപ്പ് തന്നില്ലടാ ദ്രോഹി. അച്ഛാ, അച്ഛൻ അവന് മാപ്പ് കൊടുക്ക. അവനെ ഉദ്ദേശിച്ചല്ല, ഈ സാധു പെൺകുട്ടിയെ വിചാരിച്ചു. അല്ലെങ്കിൽ അവളുടെ ജീവിതം പാഴാണ്. നടന്നതെല്ലാം നടന്നു. പലരും പല തെറ്റുകളും ചെയ്യും. പരസ്പരം ക്ഷമിക്കുന്നു. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച എന്റെ മകനെ നിങ്ങൾ തന്നെ എനിക്ക് തിരിച്ചു തന്നു. എന്റെ കളഞ്ഞു കിട്ടിയ തങ്കമാണിത്. കളഞ്ഞു കിട്ടിയ തങ്കം.